നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പം എന്തെങ്കിലും ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ഉപയോഗിച്ചുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് വേണ്ടത് കൊക്ക പൗഡറാണ്. ഇതിപ്പോൾ ഞാനൊരു 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാര 1/2 കപ്പ് അതുകൂടെ ഇടാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇടുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം 1 ലിറ്റർ പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പാല് നമ്മൾ തിളപ്പിക്കുന്ന സമയം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ കട്ട കെട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് പാലെടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റൗവിലേക്ക് വെക്കാൻ പോവാണ്. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായിട്ട് വരും, അതുവരെയാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത്. നല്ലപോലെ ഇളക്കി, അതായത് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഇത് നല്ലപോലെ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു പാകത്തിലായാൽ മതി, നമുക്കിങ്ങനെ ഒഴിക്കാനുള്ളൊരു പാകത്തിൽ ആയാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ബിസ്ക്കറ്റ്, 2 തരത്തിലുള്ള, ഒരു തരത്തിലുള്ള ബിസ്ക്കറ്റായാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫീസ്റ്റിൻ്റെ മാരിലൈറ്റും അതുപോലെ തന്നെ നൈസ്, അതായത് ഇത് ഷുഗർ സ്പ്രിങ്കിൾഡ് ആണ്. അപ്പോൾ 2 ഇതെടുത്ത്, അതുപോലെ നമുക്ക് ബോർബോൺ ഉണ്ടല്ലോ, ബോർബോണോ അല്ലെങ്കിൽ എന്താ ക്രീം ബിസ്ക്കറ്റ് അങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ടൈപ്പ് എടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ബിസ്ക്കറ്റ് നമ്മൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മളൊരു 1/2 കപ്പോളം പാല് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെക്കുക. 2 ടേബിൾ സ്പൂണോളം മതി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഈ പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടെ വെച്ച് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ഷുഗർ സ്പ്രിങ്കിൾഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. സെയിം തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ വീണ്ടും ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 2 ലെയർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്നും നിർബന്ധമില്ല, ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 2 ലെയറായിട്ട് പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഓവർനൈറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല, ഇല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട്
ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ സാധാരണ പുഡിംഗ് കുറച്ചൊരു ലൂസ് ടൈപ്പിലുള്ള കട്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്ത തരത്തിലാണ് ഞാൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഐസ്ക്രീമോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കുറച്ച് നേരം പാല് ഒഴിച്ച് ഇളക്കി കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.